കൊടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പേരും കൊടിയും വെച്ചിട്ടല്ല. അതിൽ പ്രശ്നമുണ്ട്, തെറ്റാണത്. അങ്ങനെ തെറ്റാണ്, അത് സർക്കാർ സമ്മതിക്കില്ല. അത് ഞാൻ പറയാം, രാഷ്ട്രീയ പാർട്ടികളുടെ ബേസിലല്ല സഹായിക്കേണ്ടത്. ഒരു കാരണവശാലും ഹോസ്പിറ്റലിനകത്ത് സമ്മതിക്കില്ല. അത് തന്നെ ആ തീരുമാനം UDF സർക്കാരിന്റെ തീരുമാനമാണ്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും, സംശയമൊന്നും വേണ്ട. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനം തന്നോട്ടെ. ഈ ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയാൻ പാടില്ല എന്നാണ് ശാസ്ത്രം. പാവപ്പെട്ടവന് ഒരു നേരം വയറു നിറയ്ക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുകയാണ് നമ്മുടെ കുറച്ച് നേതാക്കൾ. വളരെ ഗൗരവമുള്ള എന്നാൽ അങ്ങേയറ്റം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുന്നത്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയോ പേരോ വെച്ചിട്ട് ആകരുത് എന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഹോസ്പിറ്റലിൽ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ? പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഹോസ്പിറ്റലിൽ കയറിയത്? ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയാൻ പാടില്ല എന്ന് പറയുന്ന താങ്കളോട് മുസ്ലിം ലീഗ് വയനാട്ടിൽ വെച്ചു കൊടുത്ത വീടിന്റെ കാര്യം ഇനി അറിയാൻ ലോകത്താരെങ്കിലും ബാക്കിയുണ്ടോ? അതോ ഒരു കൈ കൊടുക്കുന്നത് മറുകൈ അറിയാൻ പാടില്ല എന്നുള്ള നയം UDFന് ബാധകമല്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? നമുക്കറിയാം, ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട്. ചികിത്സാ ചെലവുകൾക്ക് പോലും പണമില്ലാതെ വലയുമ്പോൾ അവർക്ക് ഒരു നേരം സൗജന്യമായി കിട്ടുന്ന ഒരു നേരത്തെ ആഹാരം എന്നത് ജീവന്റെ വിലയുള്ളതാണ്. അത് നൽകുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ സംഘടനയോ കൂട്ടായ്മയോ ആയിക്കോട്ടെ. വിശന്ന് വിളറി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് ആഹാരം എത്തുമ്പോൾ അവൻ നോക്കുന്നത് കൊടിയുടെ നിറമല്ല, മറിച്ച് ആ ഭക്ഷണമാണ്. അവിടെയാണ് ഇദ്ദേഹം നിയമത്തിന്റെ തടസ്സവാദങ്ങൾ പറയുന്നത്. കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് സാധനങ്ങൾ തന്നോളൂ, ഞങ്ങൾ കൊടുത്തോളാം എന്ന്. അതായത് കൊടുക്കുന്നവരുടെ പേര് വരാൻ പാടില്ല, എല്ലാം തങ്ങളുടെ ക്രെഡിറ്റിലേക്ക് വരണം എന്നുള്ളത് തന്നെ രാഷ്ട്രീയ അജണ്ട മാത്രമാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ വരുന്നത് നല്ലതാണ്, അതിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ അത് എത്ര നാള് നല്ല രീതിയിൽ പ്രവർത്തിക്കും? എത്രത്തോളം ഗുണമേന്മയുള്ള ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കും? ഇത് ഒരു സ്ഥിരമായി നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. അതാണല്ലോ നമ്മുടെ സർക്കാരിന്റെ ഏറ്റവും വലിയ ഗുണം. അതുകൊണ്ട് പാവങ്ങളുടെ അന്നം മുട്ടിക്കാൻ നിൽക്കാതെ കൊടുക്കുന്നവർ കൊടുത്തോട്ടെ, വാങ്ങുന്നവർ അത് വാങ്ങി കഴിച്ചോട്ടെ. ഇനി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഘടനകളോടാണ് പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കണം, ആരെയും ഭയക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വിതരണം ചെയ്യുന്നത് കഞ്ചാവോ ലഹരി മരുന്നോ ഒന്നുമല്ല, ഒരു മനുഷ്യന്റെ ഒരു നേരത്തെ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും, അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. സാധാരണ ജനങ്ങളുടെ വോട്ട് നടന്നു കരഞ്ഞുകൊണ്ട് വാങ്ങിയിട്ട് അധികാരത്തിൽ കയറി സാധാരണ ജനങ്ങളുടെ അന്നം മുട്ടിക്കാൻ നടക്കുന്ന നേതാക്കന്മാരോട് ചരിത്ര വിജയം നൽകി നിങ്ങളെ അധികാരത്തിന്റെ പറുദീസയിലേക്ക് കയറ്റിവിടാൻ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ചരിത്ര തോൽവി നൽകി ഇറക്കിവിടാൻ ജനങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യം ഓർമ്മയിലുണ്ടായിരിക്കണം. അധികാരത്തിൽ കയറി ഒരു വർഷം തികയുന്നതിന് മുമ്പ് സാധാരണക്കാരന്റെ അന്നം മുടക്കിയ നിങ്ങളെയൊക്കെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്? സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ കൂട്ടായ്മകളും ചെയ്യുന്ന ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് പല ആശുപത്രികളിലും ജനങ്ങൾ പട്ടിണിയില്ലാതെ കഴിയുന്നത്. രാഷ്ട്രീയം കളിക്കാൻ ഒരുപാട് വേദികളുണ്ട്. വോട്ട് പിടിക്കാനും അധികാരം നിലനിർത്താനും വേണ്ടി നിങ്ങൾ രാഷ്ട്രീയം കളിച്ചോളൂ. പക്ഷേ പാവപ്പെട്ടവന്റെ വയറ്റത്തടിച്ചുകൊണ്ട് അവന്റെ അന്നം മുടക്കിക്കൊണ്ട് കളിക്കുന്ന ഈ രാഷ്ട്രീയം ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒട്ടും ചേർന്നതല്ല. ആര് തന്നാലും പാവപ്പെട്ടവന് ആഹാരം കിട്ടണം. നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് കാരുണ്യ പ്രവർത്തികളെ തടയുന്ന ഇത്തരം നിലപാടുകൾ തിരുത്തപ്പെടേണ്ടതുണ്ട്. കേരള സമൂഹമേ, പാവപ്പെട്ടവന്റെ അന്നം മുടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഒരു നേതാവിനെയും നമ്മൾ അംഗീകരിക്കരുത്.